ഡാറ്റയെ എങ്ങനെ ഗ്രാഫ് ചെയ്യും അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ക്വാണ്ടിറ്റീവ് ഡാറ്റ സെറ്റ്സിന് നമുക്ക് സ്റ്റെം ആൻഡ് ലീഫ് പ്ലോട്ട് ഉപയോഗിച്ചിട്ട് വരക്കാം എന്നുള്ളത് പറഞ്ഞു. അതുപോലെ വേറെ ഡോട്ട് പ്ലോട്ട് ഉപയോഗിച്ചിട്ടും അതിനെ റെപ്രസെന്റ് ചെയ്യാം. ഇനി ക്വാളിറ്റേറ്റീവ് ഡാറ്റനെ റെപ്രസെന്റ് ചെയ്യാനുള്ള ഒന്നാമത്തെ മെത്തേഡാണ് പൈ ചാർട്ട്. എന്താണ് ഒരു പൈ ചാർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു ഡാറ്റയെ ഒരു സർക്കിളിൽ റെപ്രസെന്റ് ചെയ്യുക. ഓരോ എന്താ പറയാ, ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഈ സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യൽ എങ്ങനെ നമ്മൾ ചെയ്യാം? അതിന് നമ്മൾ ചെയ്യാന്ന് വെച്ചാല് റിലേറ്റീവ് ഫ്രീക്വൻസീസിനെ 360 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് കിട്ടുന്ന ആ ഡിഗ്രി ആയിരിക്കും ഇതിനെ റെപ്രസെന്റ് ചെയ്യുക. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. the numbers of is conferred in 2007 in Kerala അല്ലെങ്കിൽ in India അല്ലെങ്കിൽ in the world. അപ്പൊ in thousands is given in the table below. So അസോസിയേറ്റ്സ് 728,000 ആണ്. ഇത്രയും 1000 ആണ്. അത് 7,28,000. അതേപോലെ ബാച്ചിലേഴ്സ് 1,525,000, മാസ്റ്റേഴ്സ്, ഫസ്റ്റ് പ്രൊഫഷണൽ, ഡോക്ടറൽ. അപ്പൊ ഈ ഡാറ്റയെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പൈ ചാർട്ടായിട്ട് റെപ്രസെന്റ് ചെയ്യണം. അപ്പൊ പൈ ചാർട്ടായിട്ട് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ റിലേറ്റീവ് ഫ്രീക്വൻസി കാണണം. എന്ന് പറഞ്ഞാല് ടോട്ടൽ ഫ്രീക്വൻസി എത്ര വരിക? 728ഉം 1525ഉം 604ഉം 90ഉം 60ഉം ആഡ് ചെയ്യാം. ഇതിന്റെ ടോട്ടല് 3007 ആണ് വരിക. ഇത് മുഴുവൻ ഈ ടോട്ടൽ ഫ്രീക്വൻസി ആഡ് ചെയ്താൽ 3007 ആണ് വരിക. ഇനി റിലേറ്റീവ് ഫ്രീക്വൻസി വരിക. റിലേറ്റീവ് ഫ്രീക്വൻസി വരിക 728നെ 3007 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0.242 ആണ് വരിക. നമ്മൾ 2 ഡിജിറ്റിൽ ചെയ്താൽ മതി. ഇനി അടുത്തൊരു കോൾ അവിടെ ഉണ്ട്, ഇൻ ഡിഗ്രീസ്. ഇതിനെ ഡിഗ്രീസിൽ റെപ്രസെന്റ് ചെയ്യുക. ഇതിനെ ഇൻറ്റു 360 ചെയ്യുക. 360 ഡിഗ്രി കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് 86 ഡിഗ്രിയാണ് കിട്ടുക. 86 ഡിഗ്രി. അങ്ങനെ ഓരോ ഡാറ്റയും നമ്മള് ഡിഗ്രിയിലേക്ക് മാറ്റുക. എങ്ങനെ ഡിഗ്രിയിലേക്ക് മാറ്റുക? ഈ നമ്പറിനെ ഓരോ ഫ്രീക്വൻസിയെയും ടോട്ടൽ ഫ്രീക്വൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് റിലേറ്റീവ് ഫ്രീക്വൻസി. അത് ആംഗിൾ ഇൻ ഡിഗ്രി, ആംഗിളിലേക്ക് മാറ്റുക പറഞ്ഞാല് ഇതിനെ ഇൻറ്റു 360 ഡിഗ്രി ചെയ്യാം. ഓക്കെ. അപ്പൊ അടുത്തത് ഇതേപോലെ 1525നെ 3007 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0.51 ആണ് വരിക. അത് 184 ഡിഗ്രി വരും. അങ്ങനെ നമ്മൾ ഈ ടേബിള് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ടേബിള് ഞാനിവിടെ കംപ്ലീറ്റ് ടേബിൾ ഇങ്ങനെയാണ് വരിക. അതായത് ഇവിടെ ടോട്ടൽ 3007, 728/27 എന്താ 3007 ചെയ്ത 0.24 ഇൻറ്റു 360 ചെയ്താൽ
ഈ കോളം കിട്ടും. അപ്പോ ഈ കാൽക്കുലേഷൻസ് കംപ്ലീറ്റ് ചെയ്തു. 86 ഡിഗ്രി, 184 ഡിഗ്രി, 72 ഡിഗ്രി, 11 ഡിഗ്രി, 7 ഡിഗ്രി, ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിനെ നമ്മളൊരു പൈ ചാർട്ട് ആക്കണം. അതിന് ആദ്യം നമ്മളൊരു സർക്കിൾ വരക്കണം. ഒരു സർക്കിൾ വരക്കണം. ഈ സർക്കിളില് നമ്മള് ആദ്യം 86 ഡിഗ്രി അടയാളപ്പെടുത്തണം. അപ്പൊ 86 ഡിഗ്രി അടയാളപ്പെടുത്തണമെങ്കിൽ ആദ്യം എന്താ പറയാ, ഇതിനെ ഹൊറിസോണ്ടൽ ആയിട്ട് ഇതിന്റെ സെന്ററിലൂടെ ഒരു ലൈൻ വരക്കും. ഇങ്ങനെ ഇതിന്റെ സെന്റർ ലൊക്കേറ്റ് ചെയ്യും. ഇതാണ് ഏകദേശം ഇതിന്റെ സെന്റർ. ഇനി നമുക്ക് എത്ര ഡിഗ്രിയാണ്? 86 ഡിഗ്രി വേണം. അപ്പൊ 0 ഡിഗ്രി ഇങ്ങനെ ആകുമ്പോ ഇനി 86 ഡിഗ്രി എന്ന് പറഞ്ഞാല് കണ്ട 86 ഡിഗ്രി ആയി. അപ്പൊ 86 ഡിഗ്രി നമ്മൾ മാർക്ക് ചെയ്തു. അപ്പൊ ആദ്യം ഇത് മാർക്ക് ചെയ്യുക. ഇത് എന്താ 86 ഡിഗ്രിക്ക് ഒരു കളർ കൊടുക്കുക അല്ലെ. ഈ റീജിയന് ഒരു പർട്ടിക്കുലർ കളർ കൊടുക്കുക. നിങ്ങൾക്കത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യണമെങ്കിൽ പ്രൊട്ടാക്ടർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഏകദേശം മാർക്ക് ചെയ്താൽ മതി. 90 ഡിഗ്രി പറഞ്ഞാൽ കറക്റ്റ് വെർട്ടിക്കൽ ആണ്, ഇത് കുറച്ച് കുറവ് എന്നുള്ളത് ഓർത്താൽ മതിയല്ലോ. അപ്പൊ ഇതാണ് ആദ്യത്തെ സെക്ടർ കിട്ടുക, സെക്ടറൽ ഏരിയ. രണ്ടാമത്തത് 184 ആണ്. അപ്പൊ 184ഉം 86ഉം ആഡ് ചെയ്താല് 270 ആണ് വരിക അല്ലെ. ഇപ്പൊ 270 ഡിഗ്രി ആകും നോക്കാം. 270 പറഞ്ഞാല് അല്ലെ 86ന്റെ കൂടെ ഇതാ ഇത് ഇവിടെ വരെ എത്ര എത്തി? എന്താ ഇനി 184 ഡിഗ്രി മാർക്ക് ചെയ്യണം. 184 ഡിഗ്രി മാർക്ക് ചെയ്യണം. ആ ചെറിയ ഡിഗ്രികളൊക്കെ ആദ്യം മാർക്ക് ചെയ്താൽ മതി. അപ്പൊ 72 ഡിഗ്രി ആദ്യം മാർക്ക് ചെയ്യാം. നമുക്ക് ഇത് the 72 ഡിഗ്രി മാർക്ക് ചെയ്യാണ്. നെക്സ്റ്റ് 72 ഡിഗ്രി. ഇതിന് വേറെ 72 ഡിഗ്രിയില് ഈ സെക്ടർ ആണ് വരിക. ഇനി അടുത്തത് 11 ഡിഗ്രി. 11 ഡിഗ്രി പറഞ്ഞാല് ഈ 72 പ്ലസ് 11 എന്ന് പറഞ്ഞാല് 83 ആണ് വരിക. അപ്പൊ 83ലേക്ക് എടുക്കുക. 83 മതി. അപ്പൊ ഇത് വേറെ കളറിലെടുക്കാം. ഓക്കെ. അപ്പോ ഇതായിരിക്കും മൂന്നാമത്തെ സെക്ടർ. അപ്പൊ ഇതാ 86 ആയി, 72 ആയി, 11 ആയി. ഇനി 7 കൂടി വേണം. 7 ആണെങ്കിൽ 83 പ്ലസ് 7 എന്ന് പറഞ്ഞാൽ എത്ര വരിക? 83 പ്ലസ് 7 എന്ന് പറഞ്ഞാൽ 90 ആണ് വരിക അല്ലെ.
ഇതാണ് 90 ആണ് വരിക. അപ്പൊ അതിന് വേറെ ബ്ലാക്ക് കളർ കൊടുക്കുക. യെസ്. പിന്നെ ബാക്കിയുള്ളത് ഈ 184 ആയിരിക്കും. ബാക്കിയുള്ള റീജിയൻ 184 ആയിരിക്കും. അതിന് വേറെ കളർ. അപ്പോ ദിസ് ഇസ് ദ പൈ ചാർട്ട്. അപ്പൊ ഈ പൈ ചാർട്ടിൽ നമുക്ക് വേണമെങ്കിൽ ഈ റീജിയനിൽ ഇങ്ങനെ ഓരോന്ന് അടയാളപ്പെടുത്താം. അല്ലെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ ഓരോ കളറുകളായിട്ട് ഈ കളർ എന്തിനാണ് റെപ്രസെന്റ് ചെയ്യണമെന്ന് എഴുതാം. റൈറ്റ്. അപ്പൊ ആദ്യം 86% അസോസിയേറ്റ്സ് ആണ്. ആദ്യം നമ്മൾ 184% ആണ് ആദ്യം എഴുതുന്നത്. ബാച്ചിലേഴ്സ് ആണ്. ബാച്ചിലേഴ്സ്. And blue is associates. അല്ലെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് എല്ലാ പേരും ഇതിൽ എഴുതാം അല്ലെ. ഇപ്പൊ ഇത് അസോസിയേറ്റ്സ്, ബാച്ചിലേഴ്സ്, അങ്ങനെ. അപ്പോ അങ്ങനെ നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നു. ഇതാണ് പൈ ചാർട്ട്. ഇതിന്റെ നമ്മൾ ഈ പറഞ്ഞ ഡാറ്റയുടെ പൈ ചാർട്ട് ഇതാണ്. ഇപ്പോ വർക്ക് ഇതാണ്. ഇതുപോലെ നമ്മള് ഈ ഡാറ്റ കൂടി നമ്മള് പൈ ചാർട്ടിൽ റെപ്രസെന്റ് ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. തൊട്ട് മുമ്പത്തെ പ്രോബ്ലം അതേപോലെ ഇതിനും നിങ്ങൾ വരയ്ക്കുക. ഓക്കെ. ഇവിടെ ഡാറ്റ 155, 1052, 325, 71, 38. ഓക്കെ. Next is Pareto chart. ക്വാളിറ്റേറ്റീവ് ഡാറ്റ റെപ്രസെന്റ് ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡാണ് പരേറ്റോ ചാർട്ട്. അപ്പൊ ഇവിടെ നമ്മളെ ശരിക്ക് ബാർ ഗ്രാഫ് വരക്കുക തന്നെയാണ്. പക്ഷെ ബാർ ഗ്രാഫ് വരക്കുമ്പോൾ ഒന്നുകിൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ റിലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷന്റെ ബാർ ഗ്രാഫ് ആണ് വരക്കുന്നത്. നമ്മൾക്കറിയാം റെക്ടാംഗിൾസ് ഇങ്ങനെ കൊടുക്കുക, അതാണ് ബാർ ഗ്രാഫ് നമ്മൾ വരച്ചിട്ടുണ്ടല്ലോ. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത എന്താ വെച്ചാല് ഈ ഡാറ്റ ഡിക്രീസിങ് ഓർഡറിലാണ് കൊടുക്കുക. അതായത് ആദ്യത്തെ ബാർ ആയിരിക്കും ഏറ്റവും വലിയ ബാർ ആദ്യം കൊടുക്കുക, രണ്ടാമത്തെ ബാർ അങ്ങനെ ഓർഡർ ചെയ്യുക. കാരണം ഒന്ന് ക്വാളിറ്റേറ്റീവ് ആയതുകൊണ്ട് നമുക്ക് അത് ഏത് ഓർഡറിലും എഴുതാലോ. അപ്പൊ ഒരു എക്സാമ്പിൾ വെച്ചിട്ടൊന്ന് നമുക്ക് ഇല്ലസ്ട്രേറ്റ് ചെയ്യാം. പരേറ്റോ ചാർട്ടിന്റെ ഡാറ്റ ഇതാണ്. In a recent year, the retailer industry lost $36.5 billion in inventory shrinkage. Inventory shrinkage is the loss of inventory through breakage, pilferage, shoplifting, and so on. Inventory shrinkage ന്റെ കാരണങ്ങള് തന്നിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് എറേഴ്സ് ആണ് 5.4 ബില്യൺ നഷ്ടം വരാനുള്ള കാരണം. എംപ്ലോയി തെഫ്റ്റ്, ഷോപ്ലിഫ്റ്റിംഗ് ആൻഡ് വെണ്ടർ ഫ്രോഡ്. അങ്ങനെ if you were a retailer, which cause of inventory shrinkage would you address first? അപ്പൊ നമ്മള് ഈ പ്രയോറിറ്റൈസ് ചെയ്യാണ്, നമ്മളുടെ നഷ്ടം വരാനുള്ള കാരണങ്ങളെ പ്രയോറിറ്റൈസ് ചെയ്യാണ് ഈ ചാർട്ടിൽ നമ്മൾ ചെയ്യാൻ പോണത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ ഫ്രീക്വൻസി ചാർട്ട് ഓർ ഫ്രീക്വൻസി ബാർ ഗ്രാഫ് ഓർ റിലേറ്റീവ് ഫ്രീക്വൻസി ബാർ ഗ്രാഫ് വരക്കും. അപ്പൊ ഇവിടെ നോക്കുക, നമ്മൾ എക്സ് ആക്സിൽ ഓരോ കാരണങ്ങളാണ് ഉണ്ടാവുക അഡ്മിനിസ്ട്രേറ്റീവ്. അപ്പൊ ആദ്യം നമ്മൾ ഏത് കൊടുക്കണം, ഏതാണ് ഏറ്റവും കൂടുതൽ? എംപ്ലോയി തെഫ്റ്റ് ആണ്, $15.9 ബില്യൺ. അപ്പൊ അതായിരിക്കും നമ്മളുടെ ചാർട്ടിൽ ലെഫ്റ്റിൽ കാണാം. ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് എൻട്രി ഇതായിരിക്കും. രണ്ടാമത്തെ ഇതായിരിക്കും.
മൂന്നാമത്തേതായിരിക്കും ഇത്, നാലാമത്തായിരിക്കും ഇത്. ഇങ്ങനെ ആ ഡിക്രീസിങ് ഓർഡറിലാണ് നമ്മൾ ബാറുകൾ അറേഞ്ച് ചെയ്യുക. അപ്പൊ നമ്മള് എക്സ് ആക്സിൽ നമ്മൾ പറഞ്ഞു, എക്സ് ആക്സിൽ നമ്മള് ഇതൊരു പർട്ടിക്കുലർ ഒരു കൃത്യമായ ഗ്യാപ്പില് ഇപ്പോ ഇവിടെ എംപ്ലോയി തെഫ്റ്റ് അതാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. പിന്നെ അടുത്ത ബാറ് അങ്ങനെ ആ ഒരു നിശ്ചിത ഗ്യാപ്പിൽ ഇങ്ങനെ കൊടുത്താൽ മതി. കാരണം ഇത് ഇവിടെ നമ്പർ ഇല്ല, നമ്മൾ ഓരോ കാരണങ്ങളാണ് കൊടുക്കുന്നത്. ഷോപ്പ് ലിഫ്റ്റിംഗ്, ഇങ്ങനെ അങ്ങനെ ഓരോന്നായിട്ട് കൊടുക്കുന്നു. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് എറേഴ്സ്, പിന്നെ ലാസ്റ്റ് എന്താ പറയാ വെൻഡർ ഫ്രോഡ്. ഇത്രയുമാണുള്ളത്. ഇനി ഇവിടെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയാണ്. അപ്പൊ നമുക്ക് കറക്റ്റ് സ്കെയിൽ വേണം. സ്കെയിൽ നമുക്ക് എത്ര ബില്യൺ വരെയാണ്? 1.4 ബില്യൺ ടു 16 ബില്യൺ. അപ്പൊ 16 ആണ് 2, 4, 6, 8 അങ്ങനെയും അതിനൊക്കെ 4-ൽ എടുത്താൽ മതി. കുറച്ചുകൂടി അടുപ്പിച്ച് 2, 4, 6, 2, 4, 6, 8, 10, 12, 14, 16 അല്ലെ? 16 എന്തല്ലോ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുന്നു. അപ്പൊ ആദ്യത്തെ 15.9 ആണ് ആദ്യത്തെ. ഇത് ഇത്ര വരും ആദ്യത്തെ പാരഗ്രാഫ്. അപ്പൊ എംപ്ലോയി തെഫ്റ്റ് എന്നതിന്റെ അല്ലെ ഇവിടെ ബാക്കി നമുക്ക് ഈ നമ്പറിന്റെ വാല്യൂ നോക്കണ്ട, പക്ഷെ സിമെട്രിക് ആയിട്ട് ഇതിന്റെ നടുവില്. ഇനി രണ്ടാമത്തെ എത്ര വരുന്നുള്ളൂ? 12.7 ആണ്. അപ്പോ 12 കഴിഞ്ഞ് കുറച്ച് ഉണ്ടാവും. 13ന്റെ കൊടുക്കണം, എത്തൂല. റൈറ്റ്, ഇങ്ങനെയാണ് ബാർ ഗ്രാഫ് വരയ്ക്കുക. അപ്പൊ ബാർ ഗ്രാഫ് ഒന്ന് കാണാം. കോസ് ഓഫ് ഇൻവെന്ററി ശ്രിങ്കേജ്, എംപ്ലോയി തെഫ്റ്റ് ഉണ്ടോ? ഓരോന്നും ഓരോ നിശ്ചിത ഗ്യാപ്പിൽ. 16ന്റെ തൊട്ടടുത്ത് 15.9 ആണ്. അടുത്ത് 12.7 ആണ്. അടുത്ത് അങ്ങനെ 5.87 അത് 1.4. അപ്പൊ അങ്ങനെയുള്ള ഡാറ്റ ഇങ്ങനെ ബാർ ഗ്രാഫ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. ആദ്യം ഏറ്റവും വലുതിൽ നിന്ന് ചെറുതിലേക്ക് അറേഞ്ച് ചെയ്യുക. എക്സ് ആക്സില് എംപ്ലോയി തെഫ്റ്റ് കോസുകൾ, എക്സ് ആക്സില് ബില്യൺ ഡോളേഴ്സ്, വൈ ആക്സില് 16 ആയതുകൊണ്ട് 2, 4, 6, 8, 10, 12, 14, 16 എന്നുള്ള വളരെ ചെറിയ സ്കെയിലിൽ എടുത്തു. 2 to 16. റൈറ്റ്. ഈ ഡാറ്റയിൽ നമുക്ക് വളരെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒബ്സർവേഷൻ എന്താണ്? ഇത് രണ്ടും ഭയങ്കര അല്ലെ? എംപ്ലോയി തെഫ്റ്റും ഷോപ്പ് ലിഫ്റ്റിങ്ങും മാത്രം ഒഴിവാക്കിയാൽ തന്നെ നഷ്ടം ഒരുപാട് കുറക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാവുക. കാരണം ഇത് രണ്ടും വളരെ ഇത് രണ്ട് ബിഗ് ടവറുകളാണ്. ഈ 2 ടവറുകൾ ഒഴിവാക്കിയാൽ ഇത് കുറച്ചാൽ തന്നെ നഷ്ടം ഒരുപാട് കുറക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഒബ്സർവേഷൻ. കാരണം ഇത് രണ്ടും കമ്പാരിറ്റീവ്ലി വെരി ലോ ആണ് അല്ലെ? വിഷ്വലി നമുക്ക് കാണുമ്പോൾ തന്നെ. അപ്പൊ അതാണ് ഈ നമ്മളുടെ മെയിൻ കോസ് ഓഫ് ഇൻവെന്ററി ശ്രിങ്കേജ് ഇത് രണ്ടും ആണെന്നാണ് നമ്മളുടെ ഒബ്സർവേഷൻ. ഒരു പ്രോബ്ലം ആണ്. എവറി ഇയർ ദ ബെറ്റർ ബിസിനസ് ബ്യൂറോ റിസീവ്സ് കംപ്ലൈന്റ് ഫ്രം കസ്റ്റമേഴ്സ്. അപ്പോ ഈ കംപ്ലൈന്റ്സ് 7792. ഈ കംപ്ലൈന്റ്സിനെ നമ്മള് ഏത് കംപ്ലൈന്റ് ആണ് ഏറ്റവും കൂടുതൽ അഡ്രസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു സംഭവം അല്ലെ? വാട്ട് സോഴ്സ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് കോസ് ഓഫ് കംപ്ലൈന്റ്സ് അത് നമ്മൾ പരേറ്റോ ചാർട്ട് വെച്ചിട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ആദ്യം ഓരോ ഡാറ്റക്കുള്ള കംപ്ലൈന്റ്സ് അബൌട്ട് ഇത് ഫസ്റ്റ് ഹോം ഫർണിഷിംഗ് സ്റ്റോഴ്സ്. അത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കുക. അപ്പൊ എങ്ങനെ ഉണ്ടാക്കുക? ഹോം ഫർണിഷിംഗ് സ്റ്റോഴ്സ് ലെഫ്റ്റ് സൈഡില് കംപ്ലൈന്റ്സ് അബൌട്ട് എന്ന് മുകളിൽ ഹെഡിങ് എഴുതുക. ഫസ്റ്റ് റോ ഹോം ഫർണിഷിംഗ് stores 7792, computer sales and service stores 5733, auto dealers 14668. ഇങ്ങനെ നമ്മൾ ഇത് എഴുതുക. ഇനി റിലേറ്റീവ് ഫ്രീക്വൻസി
ഫ്രീക്വൻസി ഉണ്ടാ മതി. ഫൈൻഡ് ദ ഫ്രീക്വൻസി ഓർ റിലേറ്റീവ് ഫ്രീക്വൻസി ആണ്, അല്ലെങ്കിൽ രണ്ട്. ഇനി പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ബാർസ് വരക്കും, ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇന്റർപ്രറ്റ് ദ റിസൾട്ട് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദി ഡാറ്റ. നമ്മൾ നേരത്തെ വരച്ച പോലെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഇവിടെ ശരിക്കും വലുത് ഇത് എന്നുള്ളത് നമുക്ക് ഡാറ്റയിൽ തന്നെ കിട്ടും. പക്ഷെ ഇവിടെ ഈ വിഷ്വലി ഇത് തമ്മിൽ ഇത് എത്രത്തോളം ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെന്ന് ഈ ഗ്രാഫിൽ നിന്നാണ് നമുക്ക് മനസ്സിലാവും. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഡാറ്റ വളരെ നെഗ്ലിജിബിൾ ആണ്. ഈ രണ്ട് കാര്യങ്ങൾ ശരിയാക്കിയാൽ തന്നെ നഷ്ടം കുറക്കാം എന്നുള്ളതാണ്. അതുപോലെ വിഷ്വലി വളരെ വലുതായിട്ട് കാണുന്നത് ഇവിടെ തന്നെ നമുക്ക് നോക്കിയാൽ ഇതായിരിക്കും, ഇത് വളരെ വലുതായിട്ട് കാണുന്നുണ്ട് അല്ലെ. ഇത് ഓട്ടോ ഡീലേഴ്സിനെ കുറിച്ചുള്ള കംപ്ലൈന്റ് ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്നുള്ളതാണ്. അപ്പോ അത് നമുക്ക് ഡാറ്റയിൽ കാണുമ്പോൾ അത് ഒന്നുകൂടി നമുക്ക് ആ ഇന്റർപ്രിട്ടേഷൻ ഒന്നുകൂടി വളരെ ഈസി ആവും. ഓക്കെ, അപ്പൊ ഇതോടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.